ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെന്താണെന്ന് വഴിയെ നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊരു 4 സവാള ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൽ നമുക്ക് കുറച്ച് വേപ്പിലയും 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അതേ അളവിൽ തന്നെ ഇഞ്ചി ചതച്ചതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 സ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പന്നിയിറച്ചിയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പന്നിയിറച്ചിയുടെ ഉള്ളിറച്ചി മാത്രമേ ഉള്ളൂ, അതിൻ്റെ ആ നെയ്യായിട്ടുള്ള ഭാഗമില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു തിക്കായ ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്കൊരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഡ്രൈ ആയിരിക്കുന്ന ഒരു കറിയല്ല, ഞാനൊരു കുഴമ്പൻ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന കറിയാണ്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ പീസാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നമുക്കൊരു 2-3 മിനിറ്റും കൂടി നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ കറിയാണിത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.